അയ്യപ്പ സംഗമം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഞാനത് അഫിഡവിറ്റ് ഇപ്പോൾ വായിക്കുകയായിരുന്നു. അതിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ പറഞ്ഞത് അവരൊരു യു ടേൺ, അവർ ആ സെക്ഷൻ 5 പറഞ്ഞത് എന്താണ്, ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ സംസ്കാരം തീരുമാനിക്കേണ്ടത് അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സാണ്, സർക്കാരല്ല, കോടതിയല്ല എന്നാണ് ഇപ്പോൾ ഈ സർക്കാർ പറഞ്ഞത്. അപ്പോൾ 2018 ഈ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി? ഇത് പെട്ടെന്ന് ഇലക്ഷന് മുമ്പിലാണല്ലോ ഇവരുടെ ബുദ്ധിയെല്ലാം വരുന്നത്. ഞാനിപ്പോൾ വായിച്ചാണ്. ഇപ്പോൾ ഞാൻ വലിയ ലോയറൊന്നുമല്ല, ഒരു പണ്ഡിതനൊന്നുമല്ല, പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു 100% അവരൊരു യു ടേണാണ്. 2018 എത്രയോ വിശ്വാസികളെ ദ്രോഹിച്ച് കേസ് ഫയൽ ചെയ്ത് ജയിലയച്ച ഈ സർക്കാർ, അതിൻ്റെ ഒപ്പം ഈ കോൺഗ്രസ് പാർട്ടി 2 കൊല്ലം അവരുടെ വെബ്സൈറ്റിൽ ഇത് നടക്കണം എന്ന് പറഞ്ഞ് നടന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇലക്ഷന് മുമ്പ് ഇവരെല്ലാവരും ബുദ്ധിമാന്മാരും ബുദ്ധി പെട്ടെന്ന് അവർക്ക് കിട്ടുന്നു, ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു, യു ടേൺ ചെയ്യുന്നു. ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷന് വേണ്ടി ഇലക്ഷന് മുമ്പ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു തന്ത്രം. ഞങ്ങൾ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ കേരളത്തിൽ ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇറങ്ങി 2018 മുതൽ ഇന്ന് വരെ ആത്മാർത്ഥമായ ഒരു പോളിറ്റിക്സ് ഒന്നും നോക്കാണ്ട് സംരക്ഷിക്കുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. ഇന്നും ഞാൻ പറയുന്നു, ഇത് ശരിക്കും അവർ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിന് മുമ്പിൽ BJP നടത്തിയ പ്രോഗ്രാമിൽ ഞങ്ങൾ പറഞ്ഞതാണ്, 3000 കൂടുതൽ കേസുകളുണ്ട്, അത് പിൻവലിക്കുക. പിന്നെ ശബരിമലയിൽ പോയിട്ട് മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടീൻ്റെ നേതാക്കന്മാരെല്ലാം പോയി മാപ്പ് ചോദിക്കുക. ഇതല്ല ചെയ്യേണ്ടത്. ഇതല്ലാണ്ട് ഓരോരോ തന്ത്രങ്ങളും ഓരോരോ സ്റ്റണ്ട് ചെയ്ത് ജനങ്ങൾ വിഡ്ഢിയാക്കുന്ന ഈ രാഷ്ട്രീയം നിർത്തണം എന്നാണ് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥന. അല്ല, പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമല്ല വിട്ട് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന്. ജനങ്ങൾ ആവശ്യം ഈ 70 കൊല്ലം ഒന്നും നടക്കാണ്ട് ഇന്ന് എത്ര കൂടുതൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതെല്ലാം മാറ്റണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ എത്ര മാസം മുമ്പ് പറയാൻ തുടങ്ങിയതല്ലേ, മാറ്റം കൊണ്ടുവരണം, മാറ്റം തുടങ്ങാം. അപ്പം ഞാൻ കാണുന്നത് ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാനാണെങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, ആണെങ്കിൽ ഒരു നാടിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ കാണണം, ഒരു ബിഗിനിങ് ഓഫ് ചേഞ്ച്. അപ്പോൾ തുടങ്ങാം, മാറ്റം മതിയായി. ഈ CPM LDF കോൺഗ്രസ് UDFൻ്റെ രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം മതിയായി. ഇനിയിപ്പോൾ വികസന രാഷ്ട്രീയം നമുക്ക് തുടങ്ങാം. അത് വരും, ഇലക്ഷൻ നടക്കുന്ന മുമ്പ് വരും. അമ്പലപ്പുഴയിൽ G. സുധാകരന് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ എന്നോട് ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്തുണ എന്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എൻ്റെ സ്ഥാനത്ത് 100% ഉണ്ടാവും. പിന്നെ 140 സീറ്റിൽ എൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും.